ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോണത് പ്രൊഡക്ഷൻ സൈക്കിളാണ്. ട്രാൻസാക്ഷൻ സൈക്കിളിലെ മൂന്നാമത്തെ സൈക്കിളായിട്ടുള്ള പ്രൊഡക്ഷൻ സൈക്കിളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറുതാണ്. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? സെയിൽ സൈക്കിൾ പഠിച്ചു, പർച്ചേസ് ആൻഡ് എക്സ്പെൻഡിച്ചർ, സെയിൽ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ചു. എന്തൊക്കെ സ്റ്റെപ്സാണ് ഉള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെ കയ്യിലിരിക്കുന്ന മെറ്റീരിയലിനെ ഒരു ഗുഡ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടി പോവാണ്, അല്ലെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പ്രോസസ്സ് വരും, എന്തൊക്കെയാണ് ആ സൈക്കിൾ ഇൻക്ലൂഡ് ആവുന്നത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇതിൻ്റെ ഗോള്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ സൈക്കിൾ ചെയ്യുന്നത്? അത് നോക്കിയിട്ട് തന്നെ തുടങ്ങാം. എന്തിനാ? റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നല്ല ഗുഡ്സ് ആക്കാൻ, നല്ല ഫിനിഷ്ഡ് ഗുഡ് എഫിഷ്യൻ്റ്ലി ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളെ ഗോള്. നല്ല ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കുക, നല്ല എഫിഷ്യൻ്റ്ലി എഫക്റ്റീവ്ലി നല്ല ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കുക, നല്ല ക്വാളിറ്റി സാധനം ഉണ്ടാക്കുക. അതാണ് നമ്മളെ ഗോള്. ഈ ഒരു പ്രൊഡക്ഷൻ സൈക്കിളിലെ ഗോൾ അതാണ്. ഓക്കെ അല്ലേ? ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് റോ മെറ്റീരിയലിന് റിക്വസ്റ്റ് ചെയ്യുക. ഇത് ഉണ്ടാക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽ വേണം. സോ റോ മെറ്റീരിയലിന്റെ റിക്വസ്റ്റ്, ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ താ, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യട്ടാ എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് കൊടുക്കുന്നിടത്ത് നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എവിടെ ഉണ്ടാവും? ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കിയിട്ട് വെയർ ഹൗസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, അതാണ് പ്രൊഡക്ഷൻ സൈക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഐഡിയ കിട്ടിയില്ലേ? നമുക്ക് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് പറഞ്ഞ് എന്ത് തുടങ്ങാം? റോൾ എന്താണ്? AESനകത്ത് എന്താണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് വരുന്നത്? ഇൻഫർമേഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? എന്താണ് അതിൻ്റെ റോൾ നോക്കാം. ട്രാക്ക് റോ മെറ്റീരിയൽ പർച്ചേസസ്. നമുക്ക് റോ മെറ്റീരിയൽ വേണമെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? AES ഉണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നോക്കിയിട്ട് റോ മെറ്റീരിയലിന് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, കൺട്രോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് കൺട്രോൾ ചെയ്യലാണ് കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റ് കാര്യം. കാരണം നമ്മൾ ഏറ്റവും മെയിൻ കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മാനുഫാക്ചറിങ്ങിലാണ്. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സെറ്റാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ നോക്കണം. അപ്പം അത് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇനി ഇൻവെൻട്രീസ് മാനേജ് ചെയ്യുക. ഇൻവെൻട്രീസ് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രോപ്പർലി മാനേജ് ചെയ്യണം. വെറുതെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ചീത്തായി പോവാം. അപ്പം അങ്ങനെ ഒന്നും പാടില്ല. അത് പ്രോപ്പർലി സ്റ്റോർ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി കോർഡിനേറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ്, ഒരുപാട് ആളുകൾ ചേർന്നിട്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വരും, ഒരുപാട് ആളുകൾ വരും, ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഇന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ AES വേണം അവിടെ. ഓക്കെ അല്ലേ? ഇനി അതേപോലെ പ്രൊവൈഡ് ഡേറ്റ ഫോർ ബഡ്ജറ്റ് ആൻഡ് വേരിയൻസ് റിപ്പോർട്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, അതുണ്ടെങ്കിൽ നമുക്ക് എത്ര സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽ വേണമെന്ന് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റൂ. ഈ ബഡ്ജറ്റ് ചെയ്താലേ ആക്ച്വലി വെച്ചിട്ട് നമുക്ക് വേരിയൻസ് പറ്റൂ. സെക്ഷൻ C പഠിച്ചിട്ടാണ് നമ്മൾ നയിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വേരിയൻസ് റിപ്പോർട്ട് നോക്കാനും അതേപോലെ ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് വേണം? പ്രോപ്പർലി എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, എത്ര മാനുഫാക്ചർ ചെയ്യാൻ പറ്റും എന്നുള്ള ഡേറ്റാസ് വേണം. അതിനെന്ത് വേണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി സപ്പോർട്ട് ജോബ്, ABC കോസ്റ്റിംഗ് പോലത്തെ കാര്യങ്ങൾ. ABC കോസ്റ്റിംഗ് എന്താ? നമ്മൾ എത്ര മാനുഫാക്ചർ ചെയ്യുന്നു, ഓരോ ആക്ടിവിറ്റിയുടെ ബേസിലും നമുക്ക് കോസ്റ്റ് ചെയ്യുവാണ്. ഇതേപോലത്തെ കാര്യങ്ങൾക്ക് എത്ര മാനുഫാക്ചർ ചെയ്തെന്ന് അറിയണ്ടേ, എത്ര പ്രൊഡ്യൂസ് ചെയ്തെന്ന് അറിയണ്ടേ? അപ്പൊ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പം AESന്റെ റോള് പഠിച്ചു. ഇനി നമുക്ക് ഇതിന്റെ പ്രോസസ്സ് പഠിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? മെറ്റീരിയൽ റിക്വസിഷൻ ഫ്രം സ്റ്റോർ റൂം. ഓക്കെ, നമുക്ക് മെറ്റീരിയൽസ് വേണം, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് വേണം. അതിന്റെ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി എന്താ? ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ട്. അവരെന്ത് ചെയ്യും? ഇൻവെന്ററി പ്രോപ്പർലി ഫിസിക്കലി ഉണ്ടോ എന്ന് എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യും. നമുക്കുള്ള ഇൻവെന്ററി എത്ര ഉണ്ട് എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യും. എന്ത് ചെയ്യും? നമ്മളെ കയ്യിലുള്ള റെക്കോർഡ്സ് വെച്ചിട്ട് ഒരു റീകൺസിലേഷൻ, ഒരു ചെക്കിങ് നടത്തും. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഓട്ടോ പർച്ചേസ് റിക്വസിഷൻ വെൻ സ്റ്റോക്ക് ഹിറ്റ്സ് റീഓർഡർ ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവെന്ററി 1000 ആയിരുന്നു, 1000ൽ താഴെ പോയാൽ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ഓർഡർ പോകും. അതേപോലെ ഈ ഇൻവെന്ററി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. ഈ റോ മെറ്റീരിയലിന് എന്തുണ്ടായിരിക്കും? ഒരു ഡേഞ്ചർ ലെവൽ ഉണ്ടായിരിക്കും, ഒരു ലെവൽ ഉണ്ടായിരിക്കും, റീഓർഡർ ലെവൽ ഉണ്ടായിരിക്കും. എപ്പോഴാണ് പിന്നെ ഈ ഓർഡർ ചെയ്യേണ്ടത്?
നമ്മൾ EOQലൊക്കെ പഠിക്കുന്ന സാധനമാണത്. ഓക്കെ, റീഓർഡർ ലെവൽ ഉണ്ടായിരിക്കും. അതും 1000 ആണെങ്കിൽ ആ 1000 റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് റിക്വസിഷൻ പോകണം. നമ്മൾ പോയി എണ്ണാൻ നിൽക്കരുത്. അതൊക്കെ ഓട്ടോമേറ്റഡ് ആയിരിക്കണം. 1000 മെറ്റീരിയൽ എങ്കിലും മിനിമം ഇല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ പ്രകാരം എന്ത് ചെയ്യണം? റിക്വസിഷൻ പോകണം. ഓക്കെ, മെറ്റീരിയൽസ് എപ്പോഴും സ്റ്റോർ ചെയ്യണം. പെട്ടെന്നൊരു പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാ സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ പാടില്ല. ഇനി ബിൽ ഓഫ് മെറ്റീരിയൽ, അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ കമ്പോണന്റ് വേണം? ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ടാക്കാൻ വുഡ് മാത്രം മതിയോ? പോരാ, നമുക്ക് എന്ത് വേണം? അതിന് ആണി വേണം, അതേപോലെ ഗമ്മ് വേണം, അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ വേണോ ഇതെല്ലാം എത്രയൊക്കെ കമ്പോണൻസ് എത്ര വെച്ചിട്ട് വേണമെന്ന് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി എന്താ? മാസ്റ്റർ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ. നമ്മൾ എപ്പോ പ്രൊഡ്യൂസ് ചെയ്യും, എന്ത് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഐഡിയ നമുക്ക് വേണം. അല്ലാതെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണോ ഔട്ട്പുട്ട് വരുന്നത് അതെടുക്കാന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, നമ്മൾ എന്താണ് ചെയ്യാൻ പോണതെന്ന് നമ്മൾ പഠിക്കണം. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷൻ Fൽ ഫസ്റ്റ് ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? എന്താ നമ്മൾ ഇനി പഠിക്കാൻ പോണെന്ന് മനസ്സിലാക്കി. അതേപോലെ എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോണതെന്ന് നമുക്ക് അറിയണം, പ്രോപ്പർലി അറിയണം. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ലേബർ ട്രാക്കിംഗ്. ഇതാണ് ഇവിടുത്തെ മെയിൻ. ഇവിടെ പണിക്കാരുണ്ടാവും, അവരായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പ്രോപ്പർലി വർക്ക് ചെയ്തില്ല എങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ പണി കിട്ടും. സോ അവരെ നല്ല രീതിയിൽ, ലേബേഴ്സിനെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുക. അവർ കറക്റ്റ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അവർ ഉഴപ്പെടുക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ, അതൊക്കെ നല്ല രീതിയിൽ നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഗുഡ്സ് ചിലപ്പോൾ മോശമായി പോവാം. മൊത്തത്തിൽ കമ്പനി അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ലേബർ ട്രാക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ യൂസ് ഓഫ് ERP സിസ്റ്റം ഫോർ ഇൻ്റഗ്രേറ്റഡ് പ്രൊഡക്ഷൻ ഡേറ്റ. ഒന്നുമില്ല, ERP എന്ന് പറഞ്ഞാൽ ആ ഒരു എൻ്റർപ്രൈസിന്, ആ ഒരു ബിസിനസ്സിലെ ഫുള്ള് ഡേറ്റാസിനെ ഒന്നിച്ച് നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്നതിനാണ് ERP എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് എന്താ യൂസ് ചെയ്യുന്ന? നമുക്ക് എല്ലാ പ്രൊഡക്ഷൻ ഡേറ്റയും, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റയും ഒരുമിച്ച് കിട്ടും. അത് എത്രയും നല്ലതല്ലടാ. ഒരുമിച്ച് കിട്ടിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് സിമ്പിളി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ERP പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഓക്കെ, ERP ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്, യൂസ് ചെയ്യണം. ഇനി ഡേറ്റ എൻട്രി വിയ ബാർകോഡ്, GPS, RFID പോലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡേറ്റ പ്രോപ്പർലി എൻട്രി ചെയ്യണം. നമ്മൾ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണോടാ? എൻട്രി ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻപുട്സ് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ്. ഓക്കെ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എൻട്രി ചെയ്യുന്നത്? എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റ് അല്ലേ? ഇനി എന്താ? നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ട്സ് എന്തൊക്കെയാ? റോ മെറ്റീരിയൽ പ്രൈസ് ലിസ്റ്റ്. അതായത് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നതിന്റെ പ്രൈസുകൾ ഇപ്പൊ 10 വാങ്ങിയിട്ടുണ്ടോ, 12 വാങ്ങിയിട്ടുണ്ടോ, ഏത് പ്രൈസിനാണ് വാങ്ങിയത്, അതിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. കിട്ടില്ലേ? അതേപോലെ യൂസേജ് റിപ്പോർട്ട്. നമ്മൾ എത്ര റോ മെറ്റീരിയൽ യൂസ് ചെയ്തു, എത്ര റോ മെറ്റീരിയൽ വാങ്ങി, എത്ര റോ മെറ്റീരിയൽ യൂസ് ചെയ്തു, അതിൽ വേസ്റ്റേജ് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? യൂസേജ് റിപ്പോർട്ടിൽ നിന്ന് കിട്ടും. ഇനി എന്താ? ഇൻവെന്ററി റീകൺസിലേഷൻ റിപ്പോർട്ട്. ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്തടാ? ഫിസിക്കലി കൗണ്ട് ചെയ്തിരുന്നോ, റീകൺസിൽ ചെയ്തു. നമ്മളെ കയ്യിലുള്ളതും അവിടെ ഇരിക്കുന്നതും റെക്കോർഡ്സിലുള്ളതും സെയിം ആണോ നോക്കി. അപ്പം അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെന്താ? ഇൻവെന്ററി സ്റ്റാറ്റസ് റിപ്പോർട്ട്. ഇപ്പം ഇൻവെന്ററിയുടെ അവസ്ഥ എന്താ, എത്ര ഇൻവെന്ററി കയ്യിലുണ്ട്, അതേപോലത്തെ ഇൻവെന്ററിയുടെ കറന്റ് സ്റ്റാറ്റസ് റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. പിന്നെന്താ? പ്രൊഡക്ഷൻ കോസ്റ്റ് റിപ്പോർട്ട്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിന് വന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണ്, എന്തൊക്കെ കോസ്റ്റുകൾ വന്നിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് പ്രോപ്പർലി കിട്ടും. അതേപോലെ മാനുഫാക്ചറിങ് സ്റ്റാറ്റസ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റാറ്റസ് എന്താണ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ മാനുഫാക്ചറിങ്, അതോ പ്രശ്നമാണോ, ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോപ്പർലി കിട്ടും. പിന്നെ എല്ലാത്തിനും പുറമെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്കുള്ള ഡേറ്റ. എന്താടാ? മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ മെയിൻ ഐറ്റം ആണ്, കോസ്റ്റ് ആണ് നമ്മളാ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതേപോലത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്കുള്ള ഡേറ്റാസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ സൈക്കിളിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇനിയും ഉണ്ട് സൈക്കിൾസ്, ഏകദേശം 3-4 സൈക്കിൾ ഇനിയും ഉണ്ട്. സോ നമുക്ക് അടുത്ത സൈക്കിൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.